അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അവരുടെ മാർക്കറ്റിംഗ് പങ്കാളിയായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുന്നു. 15 വർഷത്തെ മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് ഡിസംബർ 8-ന് അവസാനിക്കാനിരിക്കെ ഇന്ത്യൻ ഫുട്ബോളിലെ ഉന്നത ലീഗ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇരുപക്ഷത്തിനും ഇതുവരെ ധാരണയിലെത്താനായിട്ടില്ല. AFFന്റെ ഏറ്റവും പുതിയ നിർദ്ദേശമായ ഫെഡറേഷന് 50 കോടി രൂപയുടെ മിനിമം ഗ്യാരണ്ടി നൽകുകയും ഓരോ വർഷവും 5% വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മോഡൽ FSDL തള്ളിക്കളഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ 10 വർഷത്തെ അനുമതിയും ലീഗിന് പൂർണ്ണ വാണിജ്യ സ്വാതന്ത്ര്യവും ഫെഡറേഷൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം ISLനെ മാത്രം ഉൾക്കൊള്ളുന്നതും ദേശീയ ടീമിന്റെയും മറ്റ് മത്സരങ്ങളുടെയും അവകാശങ്ങൾ ഒഴിവാക്കുന്നതുമായിരുന്നു. ഈ അവകാശങ്ങൾ മുമ്പ് FSDLന് കീഴിലായിരുന്നു. പുതിയ നീക്കം അവർക്ക് തൃപ്തികരമല്ല. സമഗ്രമായ സമീപനം ലീഗിന്റെ ഘടനയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ക്ലബ്ബുകൾ ഇതിനോടകം നിക്ഷേപിച്ച 5000 കോടി രൂപയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും FSDL രേഖാമൂലം നൽകിയ മറുപടിയിൽ ഊന്നിപ്പറഞ്ഞു. AFFന്റെ നിലവിലെ പദ്ധതി പരിമിതമായ അവകാശങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. പരിഹരിക്കപ്പെടാത്ത ഈ കരാർ പുതിയ ISL സീസണിന്റെ തുടക്കത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്.